പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. ഹായ്, എൻ്റെ പേര് ആരാധ്യ. എനിക്ക് ജീവിതത്തിൽ എല്ലാത്തിനെയും പേടിയാണ്. ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയായിരുന്നു. എൻ്റെ അനൂപും മാമനും മാമിയും കൂടിയാണ് എന്നെ ഇങ്ങോട്ട് ഉന്തി തള്ളി വിട്ടത്. എൻ്റെ ഈ ഒടുക്കത്തെ പേടി കാരണം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഭയങ്കര പേടിയാണെന്ന്. അപ്പം അമ്മ പറഞ്ഞു, മോൾ അച്ഛൻ്റെ പേടിയാ മോക്ക് കിട്ടിയതെന്ന്. അച്ഛൻ എന്താ പേടിക്കുന്നതെന്നല്ലേ? അച്ഛൻ കടക്കാരെ കണ്ട പേടിച്ചോടും. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? എൻ്റെ വീട്ടിലൊരു പട്ടിയുണ്ട്, റിയോ എന്നാ പേര്. പാവം പട്ടിയാ. ഞങ്ങളെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമാണ്. പട്ടിയുടെ കുര കേട്ടാൽ ഞാനങ്ങ് പേടിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം പട്ടിയുടെ കുര നിർത്താൻ വേണ്ടി ബണ്ണ് അതിൽ പശ തേച്ച് പട്ടിക്ക് കൊടുത്തു. പിന്നെ പട്ടി കുരച്ചില്ല. അങ്ങനെ അച്ഛൻ വന്നെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, മിണ്ടാതെ പൊക്കോ, ഒരു ബണ്ണും കൂടി ബാക്കിയുണ്ട്, അതിൽ പശ തേച്ച് ഞാൻ അച്ഛൻ്റെ വായിലോട്ട് വെച്ച് തരുന്നു. അച്ഛൻ പേടിച്ചു പോയി. പിന്നെ നമുക്കൊരു കാര്യം അറിയാവോ? എനിക്ക് സ്കൂളിൽ പോകാൻ പേടിയാ. വീട്ടുകാരെ എത്ര പറഞ്ഞാലും ഞാൻ അവിടെ പൊതച്ച് മൂടിക്കിടക്കും. എങ്കിലും ഞാൻ സ്കൂളിൽ പോവും. എനിക്ക് 1 തൊട്ട് 50 വരെ എണ്ണാൻ അറിയാം. അതിൻ്റെ മുകളിലോട്ട് എന്താ എണ്ണാത്തതെന്നല്ലേ? എനിക്ക് വലിയ സംഖ്യ കണ്ടാലും പേടിയാ. പെട്രോളിൻ്റെ വില കൂടിയത് കേട്ടിട്ടേ എൻ്റെ അച്ഛൻ്റെ പേടി കണ്ടിട്ടേ 2 ദിവസം പനിച്ചിറച്ച് കിടന്നവളായി ഞാൻ. പിന്നെ ഒരു കാര്യം അറിയാവോ? എനിക്ക് ഒരു ദിവസം അച്ഛൻ എന്തോ ചുണ്ട വെച്ച് കത്തിച്ചു. അമ്മ അത് തട്ടിപ്പറിച്ച് അടുപ്പിലിട്ടു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തിനാ അമ്മ അത് അടുപ്പിലിട്ടെന്ന്. അപ്പം അമ്മ പറഞ്ഞു, നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ അടുപ്പിലിടണമെന്ന്. പിറ്റേ ദിവസം ദീപാവലിയായി. ഞങ്ങളെല്ലാവരും പടക്കം പൊട്ടിച്ച് നല്ല ആഘോഷം. എനിക്കാണെങ്കിൽ പടക്കം പേടിയും. ഞാനങ്ങനെ എല്ലാ പടക്കവും എടുത്ത് അടുപ്പിലിട്ടു. അടുക്കളയാകെ പൊട്ടിത്തെറിച്ചു. എനിക്കൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ എന്നെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും ഞാനും എൻ്റെ അപ്പൂപ്പനും ഒരു മുറിയിലാണ് കിടക്കാറ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉറക്കത്തിനിടയിൽ സ്വപ്നം കണ്ട് ഞെട്ടി അലറിക്കരഞ്ഞു. എൻ്റെ അലർച്ച കേട്ട് അപ്പൂപ്പൻ ഞെട്ടിപ്പോയി. അപ്പൂപ്പൻ്റെ ആ ഞെട്ടലിലെ അപ്പൂപ്പൻ്റെ വെപ്പ് പല്ല് തെറിച്ച് തൊണ്ടയിൽ കുടുങ്ങി. അതിനുശേഷം അപ്പൂപ്പൻ എന്നെ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് പട്ടി, പൂച്ച, ഇരുട്ട്, വെളിച്ചം തുടങ്ങി എല്ലാം പേടിയാ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പേടിച്ചില്ലേ? കാരണം എന്താ? എനിക്ക് കള്ളം പറയുന്ന ഒരു പേടിയുമില്ല. അതെ, ഞാന് നോട്ട് ചെയ്തൊരു കാര്യമേ, സംസാരിച്ചോണ്ട് നിന്നിട്ടേ ആക്ട് സ്റ്റാർട്ട് ചെയ്ത് വേറൊരാളായിട്ട് മാറിക്കളഞ്ഞു. നന്നായി മോളെ, വെരി ഗുഡ്, അടിപൊളി അടിപൊളി. മോള് വന്നത് നിന്നതും ഒന്നുമല്ല, ചെയ്തതാണ് മെച്ചം. എന്നിട്ട് മോള് ഹാപ്പി ആയിട്ട് പുറകോട്ടം തിരിഞ്ഞു നോക്കിയേ. എന്താ മനസ്സിലായില്ലേ? അതും പേടിയായോ? ബമ്പർ അടിച്ചു.